ഹായ് എൻ്റെ ചങ്ക് സഹോദരങ്ങളെ, എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ ഇന്ന് നിങ്ങളോടൊരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾക്കാർക്കെങ്കിലും ദാഹിക്കുന്നുണ്ടോ? യഥാർത്ഥമായി ദാഹിക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? വിശപ്പിൻ്റെ വില നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ജഡീകമായ വിശപ്പല്ല, പക്ഷേ ജഡീകമായ വിശപ്പ് അറിയാവുന്നതിന് മാത്രമേ ആത്മീയമായ വിശപ്പിൻ്റെ വേദന അറിയാൻ സാധിക്കത്തുള്ളൂ. കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ എന്നൊരു പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ പണ്ട് കാലത്ത് നമ്മളെ കണ്ണിൽ ഒരു പൊടി വീഴുന്നാൽ പോലും നാം എന്ത് ചെയ്യുമായിരുന്നു? അടുത്താരെങ്കിലും പ്രസവിച്ച് കിടക്കുന്ന അമ്മമാരുണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഒരു സ്പൂണെങ്ങാനും കൊണ്ടുപോയി, അല്ലെങ്കിൽ കോരണം കൊണ്ടുപോയി അതിൽ അല്പം പാല് പിഴിഞ്ഞ് വാങ്ങി കൊണ്ടുവന്ന് ചൂടോടുകൂടി കണ്ണിൽ ഒഴിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ആ കാലമൊക്കെ ഇന്ന് മാറിപ്പോയി. അത് പറഞ്ഞു വന്നപ്പോൾ ഓർമ്മിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് അതും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. 40 വർഷത്തിന് മുൻപുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോട്ടെ, യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടോ? വരണ്ട അനുഭവത്തിൽ, തൊണ്ട വരണ്ട് ഉണങ്ങിയ അനുഭവത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദാഹം എന്താണെന്ന്, യാത്ര ചെയ്ത് ക്ഷീണിച്ച്, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടി, അല്ലെങ്കിൽ നടന്ന്, ഒരു ഹർത്താലിൻ്റെ അന്ന് വണ്ടിയൊന്നും കിട്ടാതെ നിങ്ങൾ നടന്ന് ക്ഷീണിച്ച് ദാഹം, കടകളിൽ നിന്നും വെള്ളം കിട്ടാതെ ദാഹം എന്തെന്ന് അറിഞ്ഞ ഒരു വ്യക്തിക്ക് വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പലിനെ പോലെ, യെസ്, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പലിനെ പോലെ നിങ്ങളായിരിക്കുന്ന വ്യക്തിയാണോ? ജീവജലം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ആദ്യമേ ഞാനൊരു ഭാഗം വായിക്കട്ടെ. ബൈബിളിൽ യെശയ്യാവ് 44:1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, കേൾക്ക, നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അതിൻ്റെ അടുത്ത ഭാഗത്താണ് ഞാൻ പറയാൻ വരുന്ന പോയിന്റ് വരുന്നത്. ദാഹവും വിശപ്പും അതേപോലെ തന്നെ വരണ്ട നിലമാണോ? ജീവിതം വരണ്ട നിലമാണോ? നല്ല മനസ്സോടെ കേൾക്കുവാൻ താല്പര്യമുള്ളവർക്ക് കോമഡി കഥകൾ ഒരു പരിധിവരെ കേട്ട് കഴിഞ്ഞാൽ ആ സമയത്തേക്ക്, അല്ലെങ്കിൽ അല്പനേരം ഒരു ആശ്വാസമായിരിക്കും. മദ്യപിച്ചു കഴിഞ്ഞാൽ ആ മദ്യത്തിൻ്റെ ലഹരി അവസാനിക്കുന്നവരെ ഒരു ആശ്വാസമായിരിക്കും. എന്നാൽ ജീവൻ്റെ ജലനദികൾ, കർത്താവ് ഒരുക്കുന്ന ആ ഒരു ഉറവ, അത് ഇതുവരെയും എവിടെയൊക്കെയോ കർത്താവ് ജല ഉറവകൾ ഒരുക്കിയിട്ടുണ്ടോ. ഇസ്മായിലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ മരണം കാണാൻ വയ്യ എന്ന് മാതാവ് മാറിയിരിക്കുമ്പോൾ അവന് വേണ്ടി ഒരുക്കിയ ആ ജീവജല ഉറവ ഇന്നും അവിടെ ഉണ്ട്. എനിക്ക് പോയി കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നവർ അത് കണ്ടിട്ടുണ്ടാവാം. അതങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ കണ്ടവൻ ആ ദൈവം. മക്കൾ ജനിക്കണമെന്ന് അമ്മമാരും പപ്പമാരും, അല്ലെങ്കിൽ അമ്മമാരും അപ്പന്മാരും മക്കൾ ജനിക്കണം എന്നാഗ്രഹിച്ച് അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. പലരും KJKയും ക്രെഡൻസും അവിടെയും ഇവിടെയും ലക്ഷങ്ങൾ ചിലവാക്കിയിട്ട് മക്കളില്ലാതെ നിരാശപ്പെട്ടായിരിക്കുമ്പോൾ മനസ്സിലാക്കണം, ദൈവം നൽകിയാൽ മാത്രമേ കുഞ്ഞുങ്ങളുണ്ട്. യെസ്, മക്കൾ യഹോവ നൽകുന്ന ദാനം, ഉദരഫലം അവൻ്റെ പ്രതിഫലം. ഇന്ന് ആളുകളിൽ ലോകം നമ്മൾ നോക്കുമ്പോൾ മക്കളെ ചവറ്റ് വേസ്റ്റ് കുട്ടയിൽ കളഞ്ഞിട്ട് ആ മക്കളെ ജനിപ്പിക്കുന്ന, ആ മക്കളുടെ വില എന്താണെന്ന് മനസ്സിലാക്കാത്ത മാതാക്കന്മാർ, എല്ലാ മാതാക്കന്മാരുമല്ല, കാമുകനോടും കാമുകിയോടുമൊക്കെ ഒപ്പം ഒളിച്ചോടി ലോക സുഖ അനുഭവങ്ങളിൽ ആയിരിക്കുമ്പോൾ ബൈബിൾ എഴുതിയിരിക്കുന്നു, പെറ്റമ്മ മറന്നാലും മറക്കാത്ത ദൈവം. യെസ്, നാളുകളിൽ ആരൊക്കെ മറന്നാലും ആ കർത്താവിന്
അമ്മയുടെ ഉദരത്തിൽ ഉരുകാവുന്നതിന് മുൻപേ കണ്ടിരുന്ന ദൈവത്തിന് 5:44 യെശയ്യാവ് 44:2 ഇങ്ങനെയാണ് വായിക്കുന്നത്. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും ഗർഭത്തിൽ ആരാ നിർമ്മിക്കുന്നത്? ദൈവം. മനുഷ്യർക്ക് എല്ലാ ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് അവസാനം ഡോക്ടേഴ്സ് പറയുന്നൊരു വേടുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു, ഇനി ദൈവത്തിനെ കഴിയുന്നുള്ളത്. സത്യമുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ സഹോദരങ്ങളെ. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ദാസനായ യാക്കോബേ. നാം ഓരോരുത്തരെയും ഞാൻ പറയണം, എൻ്റെ പേര് പറഞ്ഞ് പറയണം ബിജു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് പറഞ്ഞ് പറയണം സാറ, അല്ലെങ്കിൽ ശമുവേൽ, അല്ലെങ്കിൽ സോമൻ, അല്ലെങ്കിൽ ചന്ദ്രൻ. ഓരോരുത്തരെയും നിങ്ങളെ പേര് പറഞ്ഞ് പറയണം. കർത്താവ് പേര് വിളിക്കുന്ന അങ്ങനെയാണ്. ഞാനിവിടെ എൻ്റെ പേര് ചേർക്കാം. ഞാൻ തിരഞ്ഞെടുത്തവനും ഇപ്രകാരം ചെന്നു എൻ്റെ ദാസനായ ബിജുവേ. അവിടെ എഴുതിക്കുന്നത് യാക്കോബെ എന്നാണ്. ഞാൻ തിരഞ്ഞെടുത്ത യേശുവിനെ നീ ഭയപ്പെടേണ്ട എന്ന് പറയാൻ അധികാരമുള്ള ഒരു വ്യക്തിയുള്ളൂ, ദൈവം. നമ്മൾ കൂടുതൽ താഴ്വരയിൽ കൂടി കടന്നു പോയാലും, ഞാൻ എൻ്റെ ജീവിതത്തിൽ അവസാന ഈ മെസ്സേജൊക്കെ നൽകുന്നതിന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യൂബർ കണക്ട് ചെയ്ത് ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് യൂബർ വണ്ടി ഓടുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതും സഹായിച്ചിട്ടുണ്ടെങ്കിലും പലതും നമുക്കത് തിന്മയായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതെന്തോ ആയിത്തീരട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ലല്ലോ. ഒരു ഭാര്യയെ ഭർത്താവ് കൊന്നിട്ടായാലും, ഭർത്താവ് ഭാര്യ കൊന്നിട്ടായാലും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അടിപിടി കേസിലുണ്ടായ വ്യക്തിയായാലും നേരെ വന്ന് കൈ കാണിച്ച് കയറുകയോ അല്ലെങ്കിൽ യൂബർ കണക്ട് ചെയ്ത് കയറുകയോ ചെയ്യുന്ന ഓട്ടോക്കാരനാണ്. നമുക്കറിയുമ്പോൾ കഴിയത്തില്ല. മനസ്സിലാക്കണം. ആ പ്രതിസന്ധിയുടെ നടുവിലും രാത്രി ചിലപ്പോഴൊക്കെ റോഡ് എഞ്ചാവുന്നിടത്ത് ഒരു ആട്ടയ്ക്ക് പോലും പോകാൻ പറ്റാത്ത ഇടങ്ങളിൽ രാത്രി 12-1 മണിയിലും ഇരുട്ടത്ത് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്തടത്ത് അകപ്പെട്ടിട്ടുണ്ട്. പലരും 8-10 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് യൂബറിൽ കാണുന്ന തുച്ഛമായിട്ടുള്ള പേയ്മെൻറ്റ് പോലും തരാതെ മദ്യപിച്ചും മറ്റനുഭവങ്ങളിലായിരുന്നവർ ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവം തന്ന പരിജ്ഞാനത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടെ നിന്നെല്ലാം പിന്നത്തെ അയച്ചാൽ മതി സഹോദര, സ്നേഹിത എന്ന് പറഞ്ഞ് അവിടെ നിന്നെല്ലാം ഞാൻ മാറിയിട്ടുണ്ട്. ഈ ശബ്ദം അവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു ഉറപ്പായിരിക്കട്ടെ. അവർ അത് എനിക്ക് അനുഗ്രഹമായി. അവർ പിന്നത്തേൽ പേയ്മെൻറ്റ് അയക്കാത്തതുകൊണ്ട് അതെനിക്ക് പിന്നത്തേൽ അനുഗ്രഹമായിട്ടുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഞാൻ പറഞ്ഞത്, ഏത് കൂരിലുള്ള താഴ്വരയിൽ കൂടി നമ്മൾ നടക്കേണ്ടി വന്നാലും, ആരൊക്കെ അമ്മയുണ്ടെങ്കിലും അപ്പനുണ്ടെങ്കിലും, അമ്മയെ അപ്പനെ ഉപേക്ഷിച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കളുണ്ടാവാം, സമാധാനമില്ലാതെ എല്ലാ ലോകസുഖങ്ങൾ അന്വേഷിച്ച്. അവരെയും ദൈവം കണ്ടിരുന്നത് കൊണ്ടാണ് ഒരു രോമം പോലും, ഒരു മുടിക്ക് പോലും ഒരു കേട് കൂടാതെ നിൻ്റെ തലയിലെ ഓരോ മുടിയും എണ്ണി അറിയുന്ന ദൈവം നിന്നെ പരിപാലിക്കുന്നതുകൊണ്ട് ആണ് നീ ആയുസ്സോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നത്. പലരും അവിടെയും ഇവിടെയും നശിച്ചു പോയപ്പോൾ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആയിരിക്കുന്നത് എന്ന് മറന്നു പോകരുത്. താഴെ 3-ാം വാക്യത്തിലാണ് എൻ്റെ പോയിൻ്റ് വരുന്നത്. ദാഹിച്ചിരിക്കുന്നവന് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരുറവുകളും പകരും. നീരുറവല്ല, നീരുറവുകളാണ് പകരുന്നത്. നീരുറവെന്ന് പറയുമ്പോൾ ഒരു കിണറെന്ന് വേണമെങ്കിൽ ഉദ്ദേശിക്കാം. ഒരു കിണർ അല്ലെങ്കിൽ ഒരു തോട് അല്ലേ? പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. എണ്ണത്തിൽ കൂടുതൽ ദൈവം പകരും. വരണ്ട നിലത്താണ്. സങ്കീർത്തനം 107:9 പറയുന്നു, അവൻ ആർത്തി ഉള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും വിശപ്പുള്ളവനെ തൃപ്തി വരുത്തുകയും ചെയ്യുന്ന ദൈവം. അങ്ങനെ ഒരു ഭാഗം അവിടെ ഉണ്ട്. വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും. ആ ഭാഗമൊന്ന് വായിച്ചു വിടാം. നമ്മൾ ഉള്ളതുപോലെ ഒന്ന് പറയണമല്ലോ. സങ്കീർത്തനം 107:9 അവൻ ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുകയും, ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു. നിനക്ക് നന്മ ചെയ്യണമെന്ന് ഉള്ള ആ ഒരു ആഗ്രഹമുണ്ടോ?
ആർത്തി ഉള്ളവനെ തൃപ്തി വരുത്തും. എന്ത്? ദൈവത്തെ കാണണം, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെന്നുള്ള ആർത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവൻ ആർത്തി ഉള്ളവന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യും. വിശപ്പുണ്ടെങ്കിൽ നന്മ കൊണ്ട് നിറയ്ക്കും. ചില മക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അമ്മ പിന്നിലെ നൽകുക കാക്കയെ അങ്കിൾ പിടിച്ചു കൊണ്ടുപോകും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് റോഡിൽ കൊണ്ടുവന്ന് ഉരുണ്ട് ഉരുട്ടി അമ്മമാർ കൊടുക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അമ്മയുടെ അമ്മയെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ അച്ഛനെ ഏൽപ്പിക്കും, അല്ല അച്ഛൻ്റെ അമ്മ ഉരുട്ടി കൊടുക്കുന്ന കാണാം. അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ മക്കളെ കഴിക്കുമെന്ന് പറഞ്ഞ് ഞാനും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. പണ്ട് ആദ്യകാലങ്ങളിൽ അവർക്ക് വായിൽ വെച്ച് ചവച്ച്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലെന്നറിയത്തില്ല, ഞാൻ ചെയ്ത കാര്യം ഉള്ളവർ പറയാം. കുഞ്ഞു പ്രായത്തിൽ ഞാൻ വായിൽ വെച്ച് ചവച്ച് തത്ത തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കിളികൾ കൊടുക്കുന്ന ആ അനുഭവത്തിലായിരിക്കാം എന്തോ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നത്തേൽ ഏവരെ ആരോണെ അടുത്ത് വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഭക്ഷണം കൊടുത്ത അനുഭവങ്ങളുണ്ടായിരുന്നു. എന്ന് പറയുക 8ലും 9ലും പഠിക്കുന്നു. ആ ഭാഗം അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവത്തെ അറിയണം, ആത്മീയാഹാരം കഴിക്കണം. ഒരാർത്തി ഉണ്ടെങ്കിൽ, ഒരു വിശപ്പുണ്ടെങ്കിൽ അതിന് തൃപ്തി വരുത്തുവാൻ, ആ ആർത്തി മാറ്റുവാൻ, ആ വിശപ്പ് മാറ്റുവാൻ. നിൻ്റെ ജീവിതം വരണ്ട അനുഭവത്തിലാണോ? ഇനി ഒരു മഴ കാണത്തില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു മഴ കാണാൻ കഴിയത്തില്ല, മരുഭൂമിയുടെ അനുഭവമായി, മക്കളെ കൊണ്ട് നന്മ ഉണ്ടാകത്തില്ല, ഭർത്താവിനെ കൊണ്ട് നന്മ ഉണ്ടാകത്തില്ല, ഭാര്യയെ കൊണ്ട് നന്മ ഉണ്ടാകത്തില്ല എന്ന നിലവാരത്തിൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കണ്ടെന്ന് ഉദരത്തിൽ വച്ച് നിർമ്മിച്ചവനാകുന്ന ആ ദൈവത്തോട് പറ, ദൈവമേ, ഇങ്ങനൊരു സ്നേഹിതൻ ഇങ്ങനൊരു ആലോചന പറഞ്ഞു, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ, എനിക്കറിയത്തില്ല നാഥ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ഈ വരണ്ട അനുഭവത്തിന്, ഈ ദാഹിച്ച അനുഭവത്തിന് ഒരു ഭേദം വരുത്തണമേ. ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങാമെങ്കിൽ വരൾച്ചയുടെ അനുഭവങ്ങളെ മാറ്റുവാൻ, വിശപ്പിൻ്റെ അനുഭവങ്ങളെ മാറ്റുവാൻ സർവശക്തനായ ദൈവത്തെയാണ് വിളിക്കുന്നത്. കല്ലിലോ മണ്ണിലോ തീർത്ത ഒരിടത്തുനിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ വച്ച്, ഞാൻ കുഞ്ഞുപ്രായത്തിൽ അച്ഛനോടൊപ്പം അല്ലെങ്കിൽ ആൻറ്റിയുടെ മക്കളോടൊപ്പം കളങ്കാവലും മറ്റും കാണാനും കേൾക്കാനും താലപ്പൊലിയെല്ലാം കാണാനും ശബരിമലയിലെല്ലാം പോയിട്ടുള്ള വ്യക്തികളാണ്. ഈ കളങ്കാവൽ എന്ന് പറയുന്ന അനുഭവം, അവിടെ ആ ദേവിയെ, ആ ഒരു അമ്മച്ചിപ്രാവിൽ തീർത്ത അല്ലെങ്കിൽ പഞ്ചലോഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ആ ദേവിയെ തലയിൽ ചുമന്നതിന് ശേഷം സ്വന്തമായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാത്ത ഒരു രൂപത്തെയാണ് മറ്റൊരു വ്യക്തി ചുമന്ന് കൊണ്ടുപോകുന്ന. ആ വ്യക്തിയുടെ മുന്നിലാണ് ഞാൻ, നിങ്ങളുടെ കാര്യം എനിക്ക് പറയാനറിയില്ല, ഞാൻ ദൈവീമാകമായി ഭദ്രകാളി അമ്മേ, ഇന്ന അനുഭവങ്ങൾ എനിക്ക് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചു വന്നത് അറിവില്ലായ്മയുടെ സമയത്ത്. സ്വന്തമായിട്ട് കാണാനോ കേൾക്കാനോ പിന്നെ ശ്വസിക്കാനോ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് മാറിയിരിക്കുവാൻ പോലും കഴിവില്ലാത്ത അവരുടെ മുന്നിൽ മുട്ടുമടക്കിയ മന്ദബുദ്ധിയായ എന്നെ ഇന്ന് സർവത്തെയും സൃഷ്ടിച്ച എൻ്റെ മുറിവുകളെ കെട്ടുവാൻ തീച്ചൂളയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും ജീവനോടെ ഇരിക്കുവാൻ ആരോഗ്യവും ആയുസ്സും തന്ന, പലപ്പോഴും പിശാചായവൻ നീ പോയി ആ സിൻഡെക്സിനകത്ത് ഞരമ്പ് അറുത്ത് വീണുകള എന്ന് പറഞ്ഞ അനുഭവത്തിൽ അവിടെ നിന്നെല്ലാം കരകയറ്റിയ ആ ദൈവം നിന്നെയും കാണുന്നുണ്ട്. അവൻ ജീവനുള്ള ദൈവമാണ്. സഹോദരി സോറി, നിങ്ങളെയും കാണുന്നുണ്ട്. ആ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. വിശ്വസിക്കാമോ? ഈ രാത്രികാലം നീ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളമൊക്കെ സാധ്യമാകും. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ കൂടിയാണ് നീ കടന്നു പോകുന്നത്? മരണം മുഖാമുഖം കണ്ടുകൊണ്ട് ആരോട് പറയാൻ സാധിക്കും?
എൻ്റെ സഹോദരനോടോ സഹോദരിയോടോ അപ്പനോടോ അമ്മയോടോ മക്കളോടോ ആരോടും പറയാൻ കഴിയാത്ത വേദനയിലൂടെ തീയിലൂടെയാണല്ലോ ഞാൻ കടന്നു പോകുന്നത് എന്ന പ്രതിസന്ധിയിൽ നീ കടന്നു പോവുകയാണോ? അടുത്ത നിമിഷം സാമ്പത്തികം ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. അടുത്ത നിമിഷം എന്തായിത്തീരും? എൻഡിങ് പോയിന്റിലാണോ ആയിരിക്കുന്നത്? കഴുകൻ തൻ്റെ കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ മെസ്സേജിൽ പറഞ്ഞതുപോലെ കഴുകൻ തൻ്റെ കുഞ്ഞിനെ മേളിൽ നിന്നും ഏറ്റവും മേളിൽ നിന്നും താഴോട്ടിട്ടിട്ട് അവൻ മാറി കളയത്തില്ല, മുഖം തിരിച്ചിരിക്കത്തില്ല. ഹാഗർ ഇസ്മായേലിനെ മരുഭൂമിയിൽ കൊണ്ടിരുത്തിയതുപോലെ അവൻ്റെ കരച്ചിൽ കേൾക്കണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നപ്പോഴും മാറിയിരിക്കാത്തൊരു ദൈവം അവിടെ ഒരു ജലനദി ഒരുക്കിയെങ്കിൽ കഴുകൻ തൻ്റെ കുഞ്ഞിനെ അവൻ മേളിൽ നിന്ന് താഴെ എറിഞ്ഞതിന് ശേഷം എന്തിനു വേണ്ടി എറിയുന്നത്? കഴുകൻ എന്തോ പഠിച്ചതുപോലെ, പറക്കുവാൻ പഠിച്ചതുപോലെ ആ കുഞ്ഞുങ്ങളും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ താഴെ എറിഞ്ഞിട്ട് മാറിയിരിക്കുകയില്ല. മരണം കാണണ്ടെന്ന് പറഞ്ഞ് മാറിയിരിക്കുകയില്ല. നിലം പരിചാകുമെന്ന് കാണുമ്പോൾ വാരിക്കോരി ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ ദൈവം നിൻ്റെ പോയിന്റ് വരെ എത്തിക്കത്തില്ല. അതിനു മുൻപ് തൻ്റെ ദൂതന്മാരെ കൊണ്ട് കാവൽ ചെയ്ത് കർത്താവ് ദൈവം ഇറങ്ങേണ്ട സ്ഥാനത്ത് ദൈവം ഇറങ്ങുന്നു, ദൂതനെ അയക്കേണ്ട സ്ഥാനത്ത് ദൂതനെ അയക്കും, ദൈവ പൈതലിനെ അല്ലെങ്കിൽ ദൈവദാസനെ ദാസിയെ അയക്കേണ്ട സ്ഥാനത്ത് അതാത് വ്യക്തികളെ അയച്ചുകൊണ്ട് ദൈവം ഇന്നാളുകൾ നിൻ്റെ വേദന നിൻ്റെ കണ്ണീരൊപ്പുവാൻ ശക്തനായ ദൈവത്തെയാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ നാവായിട്ടാണ് നിന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത്. സഹോദര സഹോദരി, മക്കളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു നിമിഷം ഞാൻ വീണ്ടും തികച്ചു പറയാം. കോമഡി, ഏത് കോമഡി ആവട്ടെ, ഞാൻ ചാനലിൻ്റെ പേര് വേറൊന്നും പറയുന്നില്ല. ഒരു പക്ഷേ അല്പനേരത്തേക്ക് ചിലപ്പോൾ നിൻ്റെ വേദനയുടെ നടുവിൽ എങ്ങനെയുള്ള കോമഡി കേട്ടാലും ഒന്ന് ചിരിക്കുവാൻ പോലും കഴിയാത്ത നിലവാരത്തിൽ വേദനയിലൂടെ കടന്നു പോകുന്നതോ ആ വേദനയേക്കാൾ നീ വേദനപ്പെടാതിരിക്കേണ്ടത് കാൽവരി ക്രൂശിന്മേൽ അവസാന തുള്ളി ചോര വരെ ഊറ്റിത്തന്ന ആ കർത്താവ് നീ സഹിക്കേണ്ട എല്ലാ വേദനയും സഹിച്ചു കഴിഞ്ഞു. നീ ഇനി വേദനപ്പെടേണ്ട കാര്യമില്ല. സഹോദര സഹോദരി, അമ്മമാരെ, പിതാക്കന്മാരെ, മാതാപിതാക്കന്മാരെ, മക്കളെ, നിങ്ങൾ വേദനപ്പെടേണ്ട കാര്യമില്ല. എന്തെല്ലാം എനിക്കിനി കഴിയത്തില്ല എന്ന നിലവാരത്തിൽ മദ്യപാനത്തിലെ മയക്കുമരുന്നാലും ഹാലേലൂയ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ, ഹാലേലൂയ. മരണം മതി ഇനി. ഞാൻ SLC തോറ്റുപോയല്ലോ, അല്ലെങ്കിൽ +2 തോറ്റുപോയല്ലോ, ഇനി ടീച്ചേഴ്സിൻ്റെ മുഖത്ത്, അല്ലെങ്കിൽ കൂടെ പഠിച്ച കുഞ്ഞുങ്ങളുടെ മുഖത്ത്, അല്ലെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ മുഖത്ത്, ഗേൾ ഫ്രണ്ടിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് നിരാശയോടെ ബാത്റൂമിലും അവിടെയും ഇവിടെ ആത്മഹത്യയ്ക്ക് വേണ്ടി പിശാചിക ശക്തി നിന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ഈ ലോകത്തിൽ നശിപ്പിക്കാൻ നോക്കുമ്പോൾ കർത്താവ് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ അത്രേ സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവ് അവൻ എന്ത് ചെയ്തത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിൽ കടന്നു വന്നതെന്നുള്ള ആ യാഥാർത്ഥ്യം ഈ സമയം നീ മനസ്സിലാക്കുക. എപ്പോഴാണോ നീ സഹോദര, സ്നേഹിത, നീ ഈ ശബ്ദം കേൾക്കുന്നത്, അപ്പോൾ നീ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു? നിനക്ക് ജോലിയില്ലാത്ത അനുഭവത്തിലാണോ നീ കടന്നു പോകുന്നത്? നിനക്ക് ഭാവിക്ക് വേണ്ടി തുണയില്ലാത്ത അനുഭവത്തിലാണോ? തുണ വന്നിട്ട് നിന്നെ ഉപേക്ഷിച്ച് പോയ അനുഭവത്തിലാണോ? അടുത്ത് വേറൊരു അനുഭവം നിനക്ക് ഉണ്ടാകുന്നില്ലയോ? നിരാശയാണോ? നീ കാത്തിരിക്കുക. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ലജ്ജിച്ചു പോകത്തില്ല. മനുഷ്യന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നവൻ ഒരുപക്ഷെ ലജ്ജിച്ചു പോകും. മനുഷ്യൻ ചിലപ്പോൾ നിനക്ക് തരാമെന്ന് പറഞ്ഞ്, നിനക്ക് ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ ഒരുപക്ഷെ പറ്റിച്ചിരിക്കാം. നിന്നെ പറ്റിച്ച് കടന്നു പോകുന്ന, നിന്നെ മറികടന്ന് കടന്നു പോകുന്ന, നിൻ്റെ പുറത്തുകൂടി അപ്പുറം കടന്നു പോകുന്ന ദൈവമല്ല. നീ മുറിവേച്ച് കിടക്കുകയാണെങ്കിൽ നിൻ്റെ മുറിവ് അറിയാവുന്ന നിൻ്റെ അപ്പൻ, നിൻ്റെ സ്വർഗീയ പിതാവ്, നിന്നെ മാതാവിൻ്റെ ഉദരത്തിൽ സൃഷ്ടിച്ച പണിത ആ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? നിൻ്റെ മുറിവുകൾ കെട്ടും. മകനെ, നിനക്ക് വേണ്ടി ഞാൻ മുറിവേറ്റതല്ലയോ? കാൽവരി ക്രൂശിന്മേൽ 3 ആണിമേൽ. അതിനു മുൻപും ആ മലമുകളിലേക്ക് പോകുമ്പോഴും, പീലാത്തോസിൻ്റെ അരമനയിലും, മറ്റനുഭവത്തിൽ, ഗത്സമന തോട്ടത്തിൽ, എല്ലാം നിനക്കും എനിക്കും വേണ്ടി വിയർപ്പു തുള്ളികൾ രക്തകണങ്ങളായി തീരുകയും, മറ്റനുഭവത്തിൽ അതൊക്കെ പോയതേ നീ വേദനിക്കാനല്ല, നീ സന്തോഷിക്കുക. കഷ്ടതയുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. നിന്നേക്കാൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളെ കരം പിടിച്ച് എണീപ്പിക്കാൻ, ദൈവത്തിൻ്റെ ആയുധമാക്കി മാറ്റുവാൻ
അപ്പൻ പറയണം, മകനെ ഇന്നടത്ത് പോയി ഇന്ന വ്യക്തിയുടെ മുറിവ് കെട്ട് എന്ന് പറയുമ്പോൾ നീ കെട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആ വേദന, ആ കഷ്ടപ്പാട്, നീ അറിഞ്ഞാൽ മാത്രമേ നിനക്ക് അവിടെ പോയി അത് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. നിനക്കൊരു പ്രമോഷൻ വേണമോ? നീ ചില പ്രാക്ടിക്കൽ അനുഭവങ്ങളിൽ കൂടി പോയാൽ മാത്രമേ വേറൊരു പ്രമോഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ചുമടെടുക്കുന്ന നീയാണോ? എന്നും ചുമടെടുക്കേണ്ടി വരത്തില്ല. മറ്റുള്ളവനെ വിട്ട് ചുമടെടുപ്പിക്കുന്ന ഒരു പ്രൊമോഷനിലേക്ക് നീ എത്തുവാൻ പോകുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? നീ പ്രൊമോഷനിൽ കയറിയാലും ചുമടെടുക്കുന്നവൻ്റെ വേദന നീ അറിഞ്ഞിരിക്കണം. യെസ്, താങ്ക് ഗോഡ് ജീസസ്, ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഗ്ലോറി വിമാന റിബാല റിബാ. യെസ് ഗോഡ് ജീസസ്. പരിശുദ്ധ ദൈവനെ നന്ദി സമർപ്പിക്കുക. ദൈവപൈതങ്ങളെ, ഇതുവരെയും നീ നിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി യാത്ര ചെയ്തുവെങ്കിൽ, ദാഹജലത്തിനു വേണ്ടി അതിനിട്ട് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല എങ്കിൽ, ദാഹിക്കാത്ത, ഇനി ഒരു നാളും ദാഹിക്കാത്ത ജീവജല നദികൾ നിനക്ക് വേണ്ടി പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്ന വെള്ളം, സ്വച്ഛമായ ജലാശയത്തിലേക്ക് നടത്തുന്ന ദൈവം നിന്നോട് കൂടെ ഇരുന്നാൽ നീ എന്തിനു പേടിക്കണം? ഞാൻ എന്തിനു പേടിക്കണം? മക്കൾ വാക്കുമാറിക്കോട്ടെ, മാതാപിതാക്കൾ വാക്കുമാറിക്കോട്ടെ, ഭർത്താക്കന്മാർ വാക്കുമാറിക്കോട്ടെ, ദൈവം നിന്നെ സൃഷ്ടിച്ചവൻ ദൈവമാണെന്നുള്ള ചിന്തയോടെ നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ പതറേണ്ട കാര്യമില്ല, വിഷമിക്കേണ്ട കാര്യമില്ല. പണത്തിനും മറ്റനുഭവത്തിലൊക്കെ പലരും പോയിക്കോട്ടെ. നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. നീ വേദനയിൽ കൂടി പോകുമ്പോൾ, വേദനയിൽ കൂടി കടന്നു പോകുന്ന അനേകരെ വേദന മാറ്റുവാൻ, തഴുകി തലോടുവാൻ, ആശ്വാസം പകരുവാൻ, മുറിവ് കെട്ടുവാൻ, യെസ് ഗോഡ് ജീസസ്, ജീവനുള്ള ദൈവം നിനക്ക് പ്രാപ്തി തരട്ടെ. അനേകരെ ദാഹമകറ്റുന്നവരായി തീരുവാൻ അനേകരുടെ ദാഹം അകറ്റുന്നവനായി തീരുവാൻ ഇന്നാളുകളിൽ സ്വർഗസ്ഥനായ ദൈവം ഇടയാകട്ടെ. സത്യം നീ അന്വേഷിക്കുന്നുവോ? സത്യം നീ അറിയുകയും സത്യം നിന്നെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആശീർവദിക്കുന്നുള്ള ആ ഒരു സ്വർഗീയ പ്രത്യാശയ്ക്കായി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ എളിയവൻ്റെ ചെറിയ മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ആൾ.